സാർ നമസ്കാരം. നമസ്കാരം. എല്ലാവരും സുരക്ഷിതമായ മണ്ഡലങ്ങളാണ് മത്സരിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കാറുള്ളത്. ബേപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം PV അൻവർ അവിടെ കന്യാംഗത്തിന് ഇറങ്ങുമ്പോൾ മുഹമ്മദ് റിയാസ്, അതായത് നമ്മുടെ PWD വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ ബേപ്പൂരിൽ PV അൻവർ അതെ, ബേപ്പൂരിൽ PV അൻവർ മുഹമ്മദ് റിയാസിനെ നേരിടാൻ വരുമ്പോൾ PV അൻവർ ഒരു ഡിമാൻഡാണ് പറഞ്ഞിരുന്നത്. UDF വേണ്ടി ഞാൻ ഈ മണ്ഡലം പിടിച്ചു തരാം. എവിടെയാണ് റിയാസ് അവിടെ മത്സരിച്ചാൽ? അതെ. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം PV അൻവർ ചൂണ്ടിക്കാണിച്ചിരുന്നത്, അടുത്ത കാലം വരെ പിണറായി വിജയൻ്റെയും CPM-ൻ്റെയും പാളയത്തിലായിരുന്നു PV അൻവർ. നിലമ്പൂരിൽ നിന്ന് 2 പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടു, ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി. പിണറായി വിജയൻ്റെ ആജ്ഞാനുവർത്തി എന്നവർ തന്നെയാണ് PV അൻവർ പ്രവർത്തിച്ചിരുന്നത്. പിണറായി വിജയൻ്റെ നാവായിട്ടായിരുന്നു പല രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെയും പിണറായിക്ക് പറയാനുള്ള കാര്യങ്ങൾ ശക്തമായി പറയിപ്പിച്ചുകൊണ്ടിരുന്നത് PV അൻവറിനെ കൊണ്ടാണ്. ഒരു വേളയിൽ പിണറായി വിജയൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നൊക്കെയാണ് PV അൻവറിനെ കേരളം വാഴ്ത്തിയിരുന്നത്. അപ്പോൾ ആ PV അൻവർ പിണറായി വിജയനുമായി തെറ്റി CPM പാളയത്തിന് തീയിട്ടുണ്ട് പുറത്തു വരുന്നു. വീണ്ടും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. ആ ഉപതെരഞ്ഞെടുപ്പിലും ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടും 20,000 ഇഷ്ടം വോട്ട് PV അൻവറിന് നേടാൻ പറ്റി. താനാരാണെന്ന് കാണിച്ചത്. അതെ, ആര്യടൻ ഷൗക്കത്ത് ജയിച്ചു, അത് വലിയ കാര്യം. പക്ഷെ PV അൻവർ പിന്നീട് UDF പാളയത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞത്, മരുമോനിസത്തെയും പിണറായിസത്തെയും ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ടി ഞാൻ എവിടെയും മത്സരിക്കാൻ തയ്യാറാണ്. സാധാരണഗതിയിൽ ആളുകൾ സുരക്ഷിത മണ്ഡലം കിട്ടിയില്ലെങ്കിൽ മത്സരിക്കില്ല എന്ന് പറയുമ്പോൾ, എന്തിന് നമ്മുടെ ശൈലജ ടീച്ചർ വരെ മണ്ഡലത്തിന് പിടിവലി കൂട്ടിക്കഴിഞ്ഞപ്പോൾ PV അൻവർ UDF മുന്നിൽ വെച്ചൊരു നിർദ്ദേശം, എവിടെയാണോ മുഹമ്മദ് റിയാസ് മത്സരിക്കുന്നത് ഞാൻ അവിടെ മത്സരിക്കാൻ തയ്യാറാണ്, UDF ഞാൻ സീറ്റ് പിടിച്ചു തരാം. അത്രത്തോളം ദൃഢനിശ്ചയം. അത് കേവലം വ്യക്തിപരമായ വൈരാഗ്യമോ രാഷ്ട്രീയപരമായ വൈരാഗ്യത്തിലുപരിയായി ബേപ്പൂർ മണ്ഡലം കേന്ദ്രീകരിച്ച് അദ്ദേഹം 6 മാസക്കാലമായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ. അങ്ങനെ ബേപ്പൂരിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു, പഠിച്ചു. അപ്പോൾ അദ്ദേഹം പുറത്തുവിട്ട കാര്യങ്ങൾ വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. നിലമ്പൂരിന് ആവശ്യം സീപ്ലെയിനോ അല്ല എന്നുണ്ടെങ്കിൽ കിലോമീറ്ററുകളോളം നിലമ്പൂരിനല്ല, ബേപ്പൂരിന് ആവശ്യം കിലോമീറ്ററുകളോളം നീളുന്ന ദേശീയപാതയോ സീപ്ലെയിനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. സാധാരണക്കാരൻ്റെ അവിടെ ബേപ്പൂർ തീരനിവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ അടിസ്ഥാനം മത്സ്യബന്ധനമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് അടിസ്ഥാന സൗകര്യം ജീവിക്കാൻ പറ്റണം, തൊഴിലുണ്ടാവണം, തൊഴിൽ സൗകര്യങ്ങളുണ്ടാവണം, നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ് പിടിച്ചു നിർത്താൻ പറ്റണം, നല്ല ചികിത്സാ സൗകര്യങ്ങൾ വേണം. ഇതൊന്നും അവിടെ ഇല്ല എന്നുള്ളത് PV അൻവർ അന്വേഷണത്തിലൂടെ കണ്ടെത്തി. താലൂക്ക് ആശുപത്രിയിൽ പ്രസവം എടുക്കാൻ ഡോക്ടേഴ്സോ നേഴ്സുമാരോ ഇല്ല, ഒരു പൊതു ശ്മശാനം പോലും ഇല്ല. കിലോമീറ്ററുകളോളം ദേശീയപാത നിർമ്മിച്ചു എന്ന് പറഞ്ഞ് വീമ്പിളക്കുമ്പോൾ റീൽസ് ഇടുമ്പോൾ, ഒരു റീലിന് 10 ലക്ഷം രൂപ മുടക്കി 100 കണക്കിന് റീൽസ് ഇടുമ്പോൾ കേരളത്തിൻ്റെ വികസനം അതുകൊണ്ട് സാധ്യമാകില്ല. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പിണറായിസത്തെയും മരുമോനിസത്തെയും എതിർക്കണേ എന്ന് പറഞ്ഞ് PV അൻവർ ബേപ്പൂരിൽ മത്സരിക്കുമ്പോൾ എന്തായിരിക്കും 2026 ബേപ്പൂര് ഏത് പക്ഷത്തേക്ക് നീങ്ങും? ബേപ്പൂര് സാധാരണഗതിയിൽ ഒരു ഇടതുപക്ഷ സീറ്റാണ്. ഇടതുപക്ഷ സീറ്റാണ്, കാലാകാലങ്ങളായി ഇടതുപക്ഷം തന്നെ തുടർച്ചയായിട്ട് ജയിച്ചു വരുന്ന സീറ്റാണ്. 20,000 ഇഷ്ടം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മുഹമ്മദ് റിയാസിന്. മുഹമ്മദ് റിയാസിനുണ്ടായിരുന്നു. പക്ഷേ പാർലമെന്റിലേക്ക് വന്നപ്പോഴും തദ്ദേശത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് ആ ഭൂരിപക്ഷത്തിൽ കാര്യമായ മാറ്റം ഭൂരിപക്ഷം നേടിയ സ്ഥലമാണ്. അല്ല, ഇവിടെ നമ്മൾ പ്രത്യേകം ആലോചിക്കേണ്ട അല്ലെങ്കിൽ കണക്കിലെടുക്കേണ്ട മറ്റൊരു കാര്യം ഉണ്ട്. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ ആയിരിക്കില്ല തീർത്തും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ രീതികൾ മാറി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ്. കേരളം ആർക്കൊപ്പമാണെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്നുള്ളത് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് ഇടതുപക്ഷ മാധ്യമങ്ങൾ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ 2 പ്രത്യേകതയുണ്ട്. ഒന്ന്, എന്നോട് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റും. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള തെരഞ്ഞെടുപ്പല്ല. കോൺഗ്രസും CPM തമ്മിലോ, കോൺഗ്രസും BJPയും തമ്മിലോ, BJPയും CPM തമ്മിലുള്ള മത്സരമല്ലിത്. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാരും പിണറായി വിജയനും തമ്മിലുള്ള തെരഞ്ഞെടുപ്പാണ്. അത് ഒന്നുകൂടി വ്യക്തമാക്കാമോ സാർ? ഒരു വശത്ത് പിണറായി വിജയനും മറുവശത്ത് പിണറായി വിജയൻ കാട്ടിയ ദ്രോഹങ്ങൾക്ക് അല്ലെ ഭരണവിരുദ്ധ അല്ലെ നീചമായ കാര്യങ്ങൾക്ക് അടിമപ്പെട്ടവർ അനുഭവിച്ചവരുണ്ട്. അവരുടെ അനുഭവമാണ്
പിണറായി വിജയനെ പാമ്പ് കൊത്താൻ ചെല്ലുന്നില്ല, കൊത്താൻ പത്തി വളർത്തിയിരിക്കുന്നത്. അതിനെ തല്ലിക്കെടുത്താൻ റിയാസ് ബേപ്പൂര് പോരാ. സാറ് പറഞ്ഞു വരുന്നത് അടിസ്ഥാനപരമായി ഒരു മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങൾ പൂരിപ്പിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ വിലക്കയറ്റം, ആശുപത്രിയിൽ സൗകര്യങ്ങളില്ലായ്മ, അവരവരുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യമില്ലായ്മ, അങ്ങനെയുള്ള നിരവധി അടിസ്ഥാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഭരണവിരുദ്ധ വികാരം സാധാരണക്കാരായ ജനങ്ങൾക്കുള്ളിലുണ്ട്. ഈ ജനങ്ങളും നമ്മുടെ നാടിൻ്റെ മുഖ്യ ഭരണാധികാരി എന്ന രീതിയിൽ പിണറായി വിജയനും തമ്മിലുള്ള മത്സരമാണ് 2026 നടക്കാൻ പോകണമെന്നാണ് സാറ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ മത്സരിക്കുമ്പോൾ ഈ ഭരണവിരുദ്ധ വികാരത്തിന് കൂടുതൽ പാത്രീഭവിക്കാൻ പോണത് റിയാസ് ആയിരിക്കും. റിയാസ് നേരിട്ട് ബന്ധപ്പെടും, നേരിട്ട് ബന്ധപ്പെടുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് UDF ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളതാണ്. UDF ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നത് UDF ഭരണവിരുദ്ധ വികാരമില്ല. കാരണം അവർ 10 വർഷമായിട്ട് ഭരണത്തിന്റെ അധികാരത്തിന് പുറത്ത് നിൽക്കുന്നവരാണ്. അപ്പൊ അങ്ങനെ ഒരു നെഗറ്റീവ് പോയിന്റ് ഇല്ലാതെയാണ് UDF കളത്തിലേക്ക് വരുന്നത്. പിന്നെ അവരുടെ തമ്മിൽ തെല്ലും വഴക്കും അതൊക്കെ അവർ ജനിച്ചപ്പോൾ ജെനറ്റിക് ആയിട്ടുള്ളതാണ്. കോൺഗ്രസിൻ്റെ ജെനറ്റിക് നേച്ചറാണത്. അതിലാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അത് ഇനിയും ഉണ്ടാകും, നാളെ ഉണ്ടാവും, മറ്റൊന്ന് ആരാ വലിയവനുള്ള തർക്കം. അത് വലിയവന്മാർ ആരാന്നറിയാൻ ഒത്തിരി ആൾക്കാരുണ്ടെന്നേ ഇവിടെ. പിന്നെ പക്ഷേ സാറ് ഇതിൽ മറ്റൊരു വ്യത്യാസം കൂടിയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് റിയാസ് എന്ന വ്യക്തിയെയും രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് റിയാസ് ഇടതുപക്ഷത്തിൻ്റെ ഒരു നേതാവ്, യുവജന നേതാവ്, DYFയുടെ അഖിലേന്ത്യാ നേതാവൊക്കെ ആയിരുന്നു. ഈ മുഖ്യമന്ത്രി ബഹുമാന്യനായ പിണറായി വിജയന്റെ മകളെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് മുഹമ്മദ് റിയാസ് എന്ന ഒരു ഗ്ലാമർ രാഷ്ട്രീയക്കാരത്തിന്റെ അകത്തളങ്ങളിലേക്കാണ് നമ്മളെ കാണുന്നത്. മന്ത്രിയാവുന്നതും ഒക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ അവിടെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞതിന് മുമ്പ് നിങ്ങൾ ആദ്യത്തെ ഭാര്യയെ മൊഴി ചൊല്ലിയിട്ട് കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ കുറെ കൂടെ റിയാസ് ആരാണെന്ന് കൂടെ കൃത്യമായിട്ട് മനസ്സിലിരുന്നോട്ട് ഓരോരുത്തരുടെ. അതെ, അങ്ങനെ അല്ല, നമ്മൾ ഒരു സാറ് പറഞ്ഞത് അല്ല, തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെയൊന്നും ഉദ്ദേശിക്കുന്നില്ല. സാറ് പറഞ്ഞത് ന്യായം തന്നെയാണ്. പക്ഷേ ഇവിടെ വേറൊരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചിടത്തോളം ബേപ്പൂർ അത്ര കണ്ട് സ്വീകാര്യനാണോ എന്ന് ചോദിച്ചാൽ വ്യക്തിപരമായി നോക്കുമ്പോൾ അങ്ങനെ അല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അദ്ദേഹം മതാധിഷ്ഠിതമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനല്ല. ബേപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ മതവികാരം നിലനിൽക്കുന്ന, മതാനുഷ്ഠാനങ്ങളോട് ജീവിക്കുന്ന സാധാരണക്കാരുള്ള ഒരു ആചാരനിബിദ്ധമായിട്ടുള്ള കൾച്ചർ, സംസ്കാരത്തോടുകൂടി ജീവിക്കുന്ന ആളുകളാണ്. അത് മതസ്പർദ്ധയല്ല. മറ്റുള്ള മതങ്ങളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അവനവൻ്റെ മതത്തെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം അവിടെയുണ്ട്. ആ ഒരു വിഭാഗത്തിലുള്ള ആള് എന്ന രീതിയിൽ മുഹമ്മദ് റിയാസ് ആ മതാനുഷ്ഠാനത്തിലല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണേ. ഇപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളെ മുഹമ്മദ് റിയാസ് കല്യാണം കഴിച്ചിരിക്കുന്നത് ലീഗലിയാണ്. അതായത് ഇസ്ലാമിക നിയമപ്രകാരം ആ ഒരു വിവാഹം നടന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു അറിവ്. വീണ വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഹിന്ദുവായ പിണറായി വിജയൻ്റെ ഹിന്ദുവായ മകളാണ്. അതൊരു കാരണവശാലും ഇസ്ലാം അനുഷ്ഠിക്കുന്ന നിയമപ്രകാരം അവരുടെ കല്യാണത്തിനൊക്കെ വളരെ നിബന്ധനയുണ്ട്. അവർ ഇസ്ലാം പുരുഷൻ കല്യാണം കഴിയണമെന്നുണ്ടെങ്കിൽ ആ മതത്തിലേക്ക് കൺവെർട്ട് ചെയ്ത് വരുന്ന സ്ത്രീകളെ മുസ്ലിം ആക്കിയതിന് ശേഷം മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്നാണ് അവർ മതം പറയുന്നത്. അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഇപ്പോഴും വീണ വിജയൻ തന്നെയായിട്ട് ആണ് ഹിന്ദു. അവർ മതത്തിൽ എന്താണ് അടയാളപ്പെടുത്തിയതെന്ന് എനിക്കറിയില്ല. പിണറായി വിജയൻ്റെ മകളോ ഹൈന്ദവ വിശ്വാസ പ്രകാരമാണോ ജീവിക്കണമെന്ന് നമുക്കറിയില്ല. എങ്കിലും ഇസ്ലാമികമായ അനുഷ്ഠാനങ്ങളിലല്ല കല്യാണം നടന്നേക്കണേ. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഈ മതപരമായ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മതപുരോഹിതന്മാർക്ക് മുഹമ്മദ് റിയാസിൻ്റെ ചില രീതികളുമായി ബന്ധപ്പെട്ട് പോകാൻ സാധിച്ചിട്ടില്ല. അവിടുത്തെ പൗരോഹിത്യം ആ ഒരു വികാരം അവിടെ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. PV അൻവർ ആകട്ടെ കൃത്യമായും പുറത്തേക്കെങ്കിലും മതവികാരത്തെ മുറുകി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം കൃത്യമായി അദ്ദേഹം പാലിക്കുന്നുണ്ടെന്നാണ് നമ്മൾ പുറത്തറിയപ്പെടുന്നത്. അദ്ദേഹം അങ്ങനെ തന്നെ പറയുന്നതും. അത് നമുക്ക് മറ്റ് ദൃഷ്ടാന്തങ്ങളൊന്നുമില്ല, അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ മറ്റ് ദൃഷ്ടാന്തങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു ഇസ്ലാം മത വിശ്വാസിയും ഇസ്ലാം മത വിശ്വാസിയല്ലാത്ത ഒരാളും തന്നെയാണ് ബേപ്പൂര് പോലുള്ള ഇസ്ലാം മതത്തിന് വലിയ വേരോട്ടമുള്ള മണ്ണിൽ മത്സരിക്കുന്നതെന്നുള്ള വലിയൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് ഭയങ്കരമായ ഒരു വോട്ടേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു ചേഞ്ച് ഉണ്ടാക്കും. ഇപ്പം റിയാസിന് പകരം മറ്റൊരാളാണ് അങ്ങനെ ചിന്തിക്കുകയില്ല. അതെ, റിയാസിനെ കമ്പയർ ചെയ്യാൻ റിയാസിനെ എല്ലാവർക്കും അറിയാം. റിയാസ് പിണറായി വിജയൻ്റെ മകളെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നുള്ളവരും എല്ലാവർക്കും അറിയാം. ആ പശ്ചാത്തലം നോക്കും. രണ്ട്, അൻവറിൻ്റെ കാര്യത്തിൽ ഒരു പോസിറ്റീവ് ഫാക്ടർ കാണുന്നത്, നിലമ്പൂർ മത്സരിക്കണം, ഞാൻ പറഞ്ഞ ആളെ നിർത്താവുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ സതീശ് പറഞ്ഞ പറ്റില്ല, കോൺഗ്രസ് തീരുമാനിക്കും എന്ന് പറഞ്ഞപ്പോൾ ആദ്യം അതിനോട് പ്രതിഷേധിച്ചെങ്കിലും പിന്നീട് കോൺഗ്രസിൻ്റെ ആ പരിപാടികളുമായി യോജിച്ചു പോകാനാണ് അൻവർ തയ്യാറാകുന്നത്. അപ്പോൾ ഇന്നർ സീറ്റ് എനിക്ക് വേണം, നിലമ്പൂർ തന്നെ എനിക്ക് മത്സരിക്കാൻ കിട്ടണമെന്നുള്ള വാശിയല്ല അൻവർ ആദ്യം കാണിച്ച വാശിയില്ല. രണ്ടാമത്, കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്ന പലരുടെ കാര്യത്തിൽ പ്രത്യേക രണ്ടുപേരുടെ പേര് എടുത്തു പറയാം. അതുപോലെ തന്നെ
CPM വന്ന ഇങ്ങനെ പോലെ അൻവറിനെ പോലെ തന്നെ BJP വന്ന സന്ദീപ് വാര്യരുണ്ട്. സന്ദീപ് വാര്യർ ഇഷ്ടപ്പെട്ട സീറ്റ് ഒത്തിരി സീറ്റുകൾ പറയുന്നത് കേട്ടു. പക്ഷേ ഫൈറ്റ് ചെയ്യാനായിട്ട് കോൺഗ്രസിന് യാതൊരു ചാൻസും ഇല്ല. രാജഭവൻ ഉണ്ടെത്താൻ 10,000 വോട്ട് ജയിച്ചു എന്നുള്ള ചാൻസ് മാത്രമുള്ള അങ്ങനത്തെ സ്ഥലത്ത് പോയി ഫൈറ്റ് ചെയ്യാൻ പക്ഷേ അതിൽ തയ്യാറാകാൻ രണ്ടുപേരും. സാറേ, ഞാൻ അതിലൊന്നും ഇടപെട്ടെ. രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വിജയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒന്ന് ഇടപെട്ടെ. 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ലോക്സഭയിലേക്ക്. ഈ കഴിഞ്ഞ 2 ലോക്സഭാ ഇലക്ഷനിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ പോളറൈസേഷൻ വോട്ടിങ്ങിലുണ്ടായിരുന്നു. ലോക്സഭാ ഇലക്ഷൻ ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താനെ സംബന്ധിച്ചുള്ളതും സാറ് ഓർക്കണ്ടാവും, ഓരോ ചാനൽ ചർച്ചയിൽ വരുമ്പോഴും ഓരോ ദിവസവും ഓരോ പ്രത്യേക നിറത്തിലുള്ള ഓരോ വസ്ത്രവും ഓരോ പ്രത്യേക നിറത്തിലുള്ള കുറിയും തൊട്ടിട്ടായിരുന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ചർച്ചയിൽ വന്നുകൊണ്ടിരുന്നത്. ഈ കാസർഗോഡ് മത്സരിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താന് പെട്ടെന്നൊരു അലർജി വന്നു. ഈ അലർജി വന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് കുറി തൊടാൻ പറ്റാത്ത അവസ്ഥ വന്നു. അപ്പോൾ എങ്ങനെയാണ് ജനങ്ങളിൽ ഈ കുറി എന്ന വികാരം, പ്രത്യേകിച്ച് കാസർഗോഡിൻ്റെ മണ്ണിലുള്ള ജനങ്ങൾക്ക് ഈ കുറി ഒരു അസഹിഷ്ണുത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ട് അദ്ദേഹം അതിന് അലർജിയുടെ കാരണം കണ്ടെത്തുകയായിരുന്നു. അതൊരിക്കലും നമുക്ക് അദ്ദേഹം അലർജി ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ വേറെ കാര്യം, നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ അങ്ങനെ പോലും രാഷ്ട്രീയത്തെ കൃത്യമായി എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിഞ്ഞുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് ഇറങ്ങുന്നു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കാസർഗോഡ് നിന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു സ്ഥാനലബ്ധി തന്നെ ഉണ്ടാവുന്നത്. കൊല്ലത്ത് അടുപ്പിച്ചില്ല. അപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ലോക്സഭയിൽ ജയിച്ചു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയൊരു പോളറൈസേഷൻ ഉണ്ടായിരുന്നു. അതായത് കേന്ദ്രത്തിൽ BJP ഭരണം വരികയാണെങ്കിൽ ഇവിടെയുള്ള ഇസ്ലാം മത വിശ്വാസികളെല്ലാം ഇന്ത്യ വിട്ടു പോകേണ്ടി വരും, അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്കോ മറ്റു രാജ്യങ്ങളിലേക്കോ ഓടിക്കും എന്നുള്ളൊരു പ്രചരണം ശക്തമായ രീതിയിൽ കേരളത്തിൽ ഉൾപ്പെടെ നടത്തുന്നുണ്ടായിരുന്നു. ഒരു BJP വിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. ഈ BJP വിരുദ്ധ വികാരം ഉള്ള സമയത്ത് തന്നെ അവിടെ നരേന്ദ്രമോദിയെ എതിരിടണമെങ്കിൽ ഇവിടെ CPM പോലുള്ള ഘടകകക്ഷികൾ ജയിപ്പിച്ചുകൊണ്ട് കാര്യമില്ല. അവിടെ നരേന്ദ്രമോദി എതിർക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് മാത്രമേ ശക്തിയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ കനലൊരു തരി കിട്ടിയില്ലായിരുന്നെങ്കിൽ 20 സീറ്റും കിട്ടിയെന്നെ ഉറപ്പായിട്ടും ഇല്ലേ. അപ്പോൾ ആ ഒരു പോളറൈസേഷൻ നടന്നതിൻ്റെ പേരിലാണ് രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ കാസർഗോഡ് ജയിച്ചെന്നുള്ള യാതൊരു തർക്കമില്ല. ആ പോളറൈസേഷനെ പറ്റി നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇപ്പം ബേപ്പൂരെ ഇപ്പോഴത്തെ സ്ഥിതി, ആ പോളറൈസേഷൻ അടിസ്ഥാനം പറഞ്ഞാൽ അതിനേക്കാൾ തീവ്രമായ പോളറൈസേഷൻ ഇപ്പോൾ ഉണ്ടായിരിക്കും. ഇപ്പോഴത്തെ ഫാക്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്, മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഇവരെ കബളിപ്പിച്ച് പശുവിൻ്റെ പേരിലോ ആടിൻ്റെ പേരിലോ പട്ടിയുടെ പേരിലോ കളിപ്പിച്ച് വോട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പാവങ്ങളും മുസ്ലിങ്ങളെ ബീഫ് ഫെസ്റ്റിവലൊക്കെ നടത്തി കളിപ്പിച്ച് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ വോട്ടുകളെല്ലാം തിരിച്ച് ഇടം വലം നോക്കാതെ തിരിച്ച് UDFിലെ കോൺഗ്രസിലേക്ക് വന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെ, ബേപ്പൂർ പോലൊരു നിയമമണ്ഡലത്തിൽ അത്തരം ഒരു മാറ്റം, അത്തരം ഒരു ഷിഫ്റ്റ് ഓഫ് വോട്ടേഴ്സിൻ്റെ ഷിഫ്റ്റ് വളരെ കാര്യമായി UDFിന് അനുകൂലമായിട്ട് മാറും. അത് വലിയൊരു ഫാക്ടർ തന്നെ സാറ് പറഞ്ഞത്. കാരണം ഇപ്പോൾ UDF പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ കേരള ജനത ചെവി കൊടുക്കുന്നുണ്ട്. കാരണം ഒരു 10 വർഷത്തെ പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ ഭരണത്തിൻ്റെ ഒരു അറുതി വരണം എന്നുള്ളത് ഇവിടുത്തെ BJPക്കാരോ അല്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരോ ആഗ്രഹിക്കുന്നതിലുപരിയായി CPMകാർ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അതാണല്ലോ നമ്മൾ G. സുധാകരൻ്റെയും TK ഗോവിന്ദൻ്റെയും കുഞ്ഞികൃഷ്ണൻ്റെയൊക്കെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തീർച്ചയായും ഇവിടെ CPM നിലനിൽക്കണം, ഇടതുപക്ഷ പ്രസ്ഥാനം നിലനിൽക്കണം. അതിന് എന്താ ചെയ്യേണ്ടത്? നിലവിലുള്ള CPM ഭരണം തീരണം എന്നൊരു തീരുമാനം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ എടുത്തിട്ടുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ കേരളം മറ്റൊരു ബംഗാളാകുമെന്നവർ അസന്നിഗ്ധമായി പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ വോട്ടിംഗ്, അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിങ്ങിൻ്റെ ഒരു പാറ്റേൺ തന്നെ മാറും എന്നുള്ളത് യാതൊരു തർക്കമില്ല. ഇത് വലതുപക്ഷ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ നരേഷനാണ്. CPM പിണറായി വിരുദ്ധ വോട്ടിങ്ങുമായിരിക്കും, ഒരു CPM നവീകരണത്തിന് വേണ്ടിയുള്ള വോട്ടിംഗ് കൂടെ നടക്കും. തീർച്ചയായും അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ PV അൻവർ ബേപ്പൂർ ചോദിച്ച് UDFിൻ്റെ അടുത്ത് നിന്ന് മേടിച്ച് ആ സീറ്റ് UDFിന് തങ്കത്തളിയിൽ വെച്ച് PV അൻവർ സമ്മാനിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എന്തായിരിക്കും നടക്കുക എന്നുള്ളത് കണ്ടറിയാം. അധികം കാലം കാത്തിരിക്കണം, ഈ 4 വരെ കാത്തിരുന്നാൽ മതി. അതെ.